സോ ജോർജ് ഗാമോ പറഞ്ഞ പോലെ ജനറ്റിക് കോഡ് അല്ലെങ്കിൽ ആ 4 ബേസസിന് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ന്യൂക്ലിയോടൈഡുകൾ ട്രിപ്ലറ്റ് കോഡാണെന്ന് നമ്മുടെ ജോർജ് ഗാമോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രൂഫുകൾ വന്നത് ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകളിൽ നിന്നാണ്. സോ ടു പ്രൊവൈഡ് പ്രൂഫ് ദാറ്റ് കോഡോൺ വാസ് എ ട്രിപ്ലറ്റ്, ഈ ട്രിപ്ലറ്റ് കോഡോൺ ആണ് എന്നുള്ളതിൻ്റെ പ്രൂഫ് വന്നത് ആദ്യമായിട്ട് ദ കെമിക്കൽ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഹർഗോബിന്ദ് ഖൊറാന. സോ ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഒരു കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സിന്തസൈസിങ് RNA മോളിക്യൂൾ. RNA മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ മെത്തേഡ് ഹർഗോബിന്ദ് ഖൊറാന പ്രപ്പോസ് ചെയ്തു. വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. ഈ പറഞ്ഞ 4 ബേസുകളുടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോമ്പിനേഷനിലൂടെ എന്ത് സിന്തസൈസ് ചെയ്തു? RNA മോളിക്യൂളുകളെ സിന്തസൈസ്. സോ സിന്തസൈസിങ് RNA മോളിക്യൂൾ എങ്ങനെയാണ്? ഇതിൻ്റെ സഹായത്തോടു കൂടി വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. അങ്ങനെ ഒരു കെമിക്കൽ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് ഹർഗോബിന്ദ് ഖൊറാനയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കോഡോൺ വാസ് ട്രിപ്ലറ്റ്. ട്രിപ്ലറ്റ് കോഡോൺ ആണ് ഈ പറഞ്ഞ അമിനോ ആസിഡിനെ കോഡ് ചെയ്യണത് എന്ന് മനസ്സിലായി. പിന്നീട് മാർഷൽ നീറൻബർഗ് എന്ന് പറഞ്ഞ വേറൊരു സയൻറ്റിസ്റ്റ്. സോ മാർഷൽ നീറൻബർഗിൻ്റെ സെൽ ഫ്രീ സിസ്റ്റത്തിലൂടെ പ്രോട്ടീൻ സിന്തസിസ് നടത്തി. അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്തിന്? ജനറ്റിക് കോഡ് ടു ബി ഡെസിഫേർഡ്. ഡെസിഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുക. എങ്ങനെയാണ് ജനറ്റിക് കോഡ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക. സോ ആ ജനറ്റിക് കോഡിനെ ഡെസിഫർ ചെയ്യാൻ അഥവാ വ്യാഖ്യാനിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ മാർഷൽ നീറൻബർഗ്സിൻ്റെ സെൽ ഫ്രീ സിസ്റ്റം. സോ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയുള്ള മാർഷൽ നീറൻബർഗിൻ്റെ സെൽ ഫ്രീ സിസ്റ്റം ജനറ്റിക് കോഡ് എങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് ഒരുപാട് ഫൈനലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നത് വേറൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന എൻസൈം, അത് ബൈ സിവിയറോ ഒക്കോവ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈമിനെ എന്തിനു വേണ്ടിയിട്ട്? ഫോർ പോളിമറൈസിങ് RNA മോളിക്യൂൾ. ഈ എൻസൈം പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ പോളിമറൈസ് ചെയ്യാൻ എന്തിനു വേണ്ടി? RNA പോളിമറൈസേഷന് വേണ്ടി. അതും ഇതുപോലെ വിത്ത് ഡിഫൈൻഡ് സീക്വൻസസ്. ഡിഫൈൻഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനാറ്റിജൻ ബേസുകളുടെ ഡിഫൈൻഡ് സീക്വൻസുകളിലൂടെ RNA പോളിമറൈസ് ചെയ്തു. ഇനി ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനർ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ്. നമ്മളിതുവരെ പറഞ്ഞത് ടെംപ്ലേറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സ്ട്രാൻഡുകളാണ്. ഇത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനറിൽ RNA പോളിമറൈസേഷൻ, RNA ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷൻ, ഡിഫൈൻഡ് സീക്വൻസുകളുള്ള RNA പോളിമറൈസേഷൻ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനറിൽ ഏതിൻ്റെ സഹായത്തോടു കൂടി? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി. എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ തന്നെയാണ്. സോ എൻസൈം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ സഹായത്തോടു കൂടി RNA പോളിമറൈസ് ചെയ്യാൻ, RNA ന്യൂക്ലിയോടൈഡുകളെ പോളിമറൈസ് ചെയ്യാനായിട്ട് ഡിഫൈൻഡ് സീക്വൻസോടുകൂടിയുള്ള RNA ന്യൂക്ലിയോടൈഡുകളെ പോളിമറൈസ് ചെയ്യാനായിട്ട്, അത് ടെംപ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ പോളിമറൈസ് ചെയ്യാനായിട്ട് പറ്റിയത് സിവിയറോ ഒക്കോവ എന്ന് പറഞ്ഞ വേറൊരു സയൻറ്റിസ്റ്റാണ്. സോ അവിടെ എന്തുദ്ദേശിക്കുന്നത്? ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് തന്നെ എൻസൈമാറ്റിക് സിന്തസിസ്. ഇതാണ് നമ്മുടെ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈം. എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA എൻസൈമുകളുടെ സഹായത്തോടു കൂടി RNA പ്രൊഡ്യൂസ് ചെയ്യുക വിത്തൗട്ട് ടെംപ്ലേറ്റ്. ഒരു ടെംപ്ലേറ്റ് ഇല്ലാതെ RNA സിന്തസൈസ് ചെയ്യുക. അതാണ് എൻസൈമാറ്റിക് സിന്തസിസ്. ടെംപ്ലേറ്റ് ഇല്ലാണ്ട് RNA എങ്ങനെയാണ് സിന്തസൈസ് ചെയ്തത്? എൻസൈമിൻ്റെ സഹായത്തോടു കൂടി. സോ എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA വിത്തൗട്ട് ടെംപ്ലേറ്റ്. അതാണ് ഇവിടെ പറഞ്ഞത്. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി സിവിയറോ ഒക്കോവ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസുകളുള്ള RNA പോളിമറൈസ് ചെയ്തു. അതും ടെംപ്ലേറ്റ് ഇല്ലാതെ. എങ്ങനെയാണ്? എൻസൈമിൻ്റെ സഹായത്തോടു കൂടി. സോ എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് വഴി RNA പോളിമറൈസ് ചെയ്തു. അത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ടെംപ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി മാത്രം. ഇതും ഒരുപാട് നമ്മുടെ ജനറ്റിക് കോഡിനെ ഡിസിഫർ ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ, എങ്ങനെയാണ് ജനറ്റിക് കോഡ് എന്ന് വ്യാഖ്യാനിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു.
സോ ഓൾ ടുഗദർ നമ്മുടെ ഹർഗോബിന്ദ് ഖൊറാന, ജോർജ് ഗാമോ, അതുപോലെ ഹർഗോബിന്ദ് ഖൊറാന, അതുപോലെ മാർഷൽ നീരൻബർഗ് സെൽ ഫ്രീ സിസ്റ്റം, അതുപോലെ നമ്മുടെ സിവിയർ ഒർക്കോവ, അതുപോലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ ജനറ്റിക് കോഡ് എങ്ങനെയാണ് എന്ന് ഡിസിഫർ ചെയ്യാൻ, ജനറ്റിക് കോഡ് എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനലി എന്തുണ്ടായി? ഫൈനലി ഒരു ചെക്കർ ബോർഡ് ഫോർ ജനറ്റിക് കോഡ് വാസ് പ്രിപ്പയർഡ്. ഇതിൽ നിന്നെല്ലാം ഈ എല്ലാ സയൻറ്റിസ്റ്റുകളിൽ നിന്നും നമ്മൾ പറഞ്ഞ ഒരുപാട് ഡിസിപ്ലിനിലുള്ള സയൻറ്റിസ്റ്റുകളുടെ ആവശ്യമുണ്ട് ജനറ്റിക് കോഡ് ഡിസിഫർ ചെയ്യാൻ അഥവാ വ്യാഖ്യാനിക്കാൻ. സോ ഈ പറഞ്ഞ എല്ലാവരുടെയും ജോർജ് ഗാമോ, അതുപോലെ ഹർഗോബിന്ദ് ഖൊറാനയുടെ കെമിക്കൽ മെത്തേഡ്, അതുപോലെ മാർഷൽ നീരൻബർഗിൻ്റെ സെൽ ഫ്രീ സിസ്റ്റം, അതുപോലെ നമ്മുടെ സിവിയറോക്കയുടെ എൻസൈമാറ്റിക് ആയിട്ടുള്ള RNA സിന്തസിസ്, ഇതുപോലെ വേറെ കുറേ സയൻറ്റിസ്റ്റും എല്ലാവരുടെയും സഹായത്തോടും എല്ലാ ഡിസിപ്ലിനിലെ സയൻറ്റിസ്റ്റുകളുടെയും ഹെൽപ്പോടുകൂടിയാണ് ജനറ്റിക് കോഡ് ഡെസിഫർ ചെയ്തത് അഥവാ വ്യാഖ്യാനിച്ചത്. അങ്ങനെ ഫൈനലി നമുക്ക് എന്തുണ്ടായി? ജനറ്റിക് കോഡിൻ്റെ ഒരു ചെക്കർ ബോർഡ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് ജനറ്റിക് കോഡ് എന്ന്, ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യണ ജനറ്റിക് കോഡ് എങ്ങനെയാണെന്ന് ഒരു ചെക്കർ ബോർഡ് വഴി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി.